സംസ്കൃതത്തിൽ പശുവിന് വേറെ പേരാണ്. നമ്മുടെ മലയാളത്തിലെ പശു അല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പാശത്താൽ ബന്ധിതമായതെന്തു അത് പശു. ഇനിയും ലഘുലീശ പാശുപതത്തിൽ പറയുന്ന പാശത്താൽ ബന്ധിതനായിരിക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ആബ്സെൻസ് ഓഫ് ഒമിനിസെൻസ് ആണ്. അതായത് സർവജ്ഞത്തെക്കുറിച്ച് അറിയാത്ത, സർവ്വവ്യാപിയായിട്ടുള്ള ഈശ്വരൻ സർവഭൂതാന ഹൃദയശി അർജുനതിഷ്ഠതി എന്നല്ലേ. അപ്പം സർവഭൂതങ്ങളിലും ഭവിച്ചിരിക്കുന്ന ആ ശിവസ്വരൂപത്തെ, പശുപതിയെ അറിയാതെ പോകുന്നത്, ശിവ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ ആ അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിനെ അറിയാതെ പോകുന്നതാണ് ഒന്നാമത്. അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെ പോകുന്നതാണ് ആബ്സെൻസ് ഓഫ് ഒമിനിസെൻസ്. ഒന്നാമത്തെ ഒരു പശുവിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ, പാശത്താൽ ബന്ധിതമാകുമ്പോൾ ഉള്ള ഒന്നാമത്തെ അവസ്ഥ, പാശത്തിൻ്റെ അളവിനനുസരിച്ച്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് എനർജിയാണ്. ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികളുടെ റേഞ്ച് കുറയും. അതായത് തപസ് കുറയുക എന്ന് പറയും, തപസ്സില്ലായ്മ. ഒരാളിൽ അയാളുടെ ഇച്ഛാശക്തിയുടെയും അയാളുടെ ജ്ഞാനശക്തിയുടെയും അയാളുടെ ക്രിയാത്മക ശക്തിയുടെയും ക്രിയാശക്തിയുടെയും അളവാണ് അയാളുടെ ദേവതുല്യനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജി ആ തപസ്സിലേക്ക് അയാളെ വളർത്തുന്നത്, പശുപതിയിലേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ പശുപതിയുടെ സ്വരൂപത്തിലേക്ക് അടുപ്പിക്കുന്നത്. അതിൻ്റെ ആബ്സെൻസ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആബ്സെൻസ് ഓഫ് വിൽ പവർ. വേണമെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയാം. അവിടെ നമുക്കൊരു സാധാരണ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിൽ പവർ ഇല്ലായ്മ, വിൽ പവർ കുറയുക. നമ്മളൊരു തീരുമാനമെടുത്താൽ നിശ്ചയാത്മിക ബുദ്ധി നേരെ നിൽക്കാത്തൊരവസ്ഥ. സദാ കർമ്മത്താൽ ഉണ്ടാകുന്ന വാസന കൊണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള അനവധി ചിന്തകൾ കൊണ്ട് തന്നെ ഒരു സ്ഥിരതയില്ലാത്ത, സ്ഥിതപ്രജ്ഞത്വം, സ്ഥിരബുദ്ധിയില്ലാത്തൊരവസ്ഥ. ഒരു കാര്യം തീരുമാനിക്കാൻ, നിശ്ചയിക്കാനുള്ള ശേഷി ഇല്ലാതെ പോവുക, വിൽ പവർ ഇല്ലാതെ പോവുക. ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് തരണം ചെയ്യണമെന്ന് അറിയാതെ പോകുന്നതാണ് ആ വിൽ പവർ ഇല്ലായ്മ, ആണ് ആബ്സെൻസ് ഓഫ് വിൽ പവർ. അതും പശുവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതും പശുപതിയിൽ നിന്ന് അകറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? പശുപതിനാഥനെ, പശുപതിയെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പാശത്തിൻ്റെ അളവ് കുറയുകയും നമുക്കിതെല്ലാം വരികയും ചെയ്യും. അടുത്തത് ലിമിറ്റഡ് നോളജാണ്, അല്പജ്ഞാനം. അതായത് ആ കുപ്പിക്കുള്ളിൽ കടൽവെള്ളം ഇരിക്കുമ്പോൾ തൻ്റെ ലോകം ഈ കുപ്പിക്കുള്ളിലാണെന്ന് വിചാരിക്കുകയും ഈ മഹത്തായ സമുദ്രത്തെ, ഈ വലിയ സമുദ്രത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുക. ലാക്ക് ഓഫ് നോളജ്, അറിവില്ലായ്മ, അല്പജ്ഞാനം. എന്നിട്ട് അതിൽ ഞാൻ 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 എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഞാൻ ഈ വെറും പശുവാണ്, അല്ലാതെ പശുപതി ഒന്നും ഇല്ല, അല്ല പശുപതിയിലേക്ക് എത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച അല്പജ്ഞാനത്തിലിരിക്കുന്ന അവസ്ഥ ആണ് അടുത്തത് വർക്കിംഗ് കപ്പാസിറ്റി കുറയുക, ക്രിയാത്മക ശക്തിയുടെ അളവ്. അതായത് നോളജ്, അറിവ്, ലാക്ക് ഓഫ് നോളജ്, ജ്ഞാനശക്തി, ജ്ഞാനാത്മികയായിരിക്കുന്ന ഈശ്വരൻ്റെ, ജ്ഞാനാത്മിക അല്ലെങ്കിൽ ജ്ഞാനശക്തിയായിരിക്കുന്ന ഈശ്വരൻ്റെ അനുഗ്രഹകല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ആ തപസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അതിൽ ജ്ഞാനശക്തിയായിരിക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ കുറയുന്ന സമയത്ത് നമ്മുടെ ക്രിയാശക്തിയുടെ അളവും കുറവായിരിക്കും. അറിവ് കുറയുമ്പം നമ്മുടെ പ്രവൃത്തികളുടെ റേഞ്ചും കുറയും. എവരി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ എന്നല്ലേ. തോട്ട്സിൻ്റെ ക്വാളിറ്റിയാണ് അതിനെ മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും മനുഷ്യ നിർമ്മിതാൽ കാണുന്നതല്ല, മനുഷ്യൻ്റെ തോട്ട്സും ഈ കാണുന്നതൊക്കെ ആരുടെയൊക്കെയോ ചിന്തകളുടെ ബാഹ്യാവിഷ്കാരങ്ങളായിരിക്കാം. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത് ഒരു ചിന്തയാണ്. അപ്പോൾ ആ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കപ്പാസിറ്റി, നമ്മളുടെ വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നോളജിനനുസരിച്ചായിരിക്കും. ആ നോളജ് നമ്മുടെ വിസ്ഡം അനുസരിച്ചായിരിക്കും. വിസ്ഡം കുറയുമ്പം നമ്മുടെ ക്രിയാത്മക ശക്തിയും കുറയും. അപ്പോൾ അതും ഒരു പശു ലക്ഷണമാണ്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് കൺട്രോളിങ് പവർ. നമുക്ക് ഈശ്വരനെ അറിയാതിരിക്കുമ്പം, ഈശ്വരാനുഭവം ഇല്ലാതിരിക്കുമ്പം, ഈശ്വരൻ്റെ തലത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടെങ്കിലും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും, അതുകൊണ്ടാണ് നമ്മളിതൊക്കെ കേൾക്കുന്നത്, ആണെങ്കിൽ പോലും നമ്മുടെ ഇഗ്നോറൻസ്, നമ്മൾ കൂടുതൽ സമയവും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വാസനാദി വിഷയങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കുപ്പിയിൽ കിടക്കുന്ന സമുദ്രജലം
ആ കുപ്പിയെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. കൂടുതലും അതിലേക്ക് ആ കുപ്പിക്ക് എങ്ങനെ ബലം കൂട്ടാം എന്നുള്ളതായിരിക്കും ആലോചിക്കുന്നത്. ഈ കുപ്പി പൊട്ടിച്ച് എനിക്ക് സമുദ്രത്തിലേക്ക് ലയിക്കണമെന്നായിരിക്കത്തില്ല. അപ്പോൾ ആ ഇഗ്നോറൻസ്, അതുപോലെ തന്നെ ഈഗോ, അപ്പോൾ ആ ഒരു കൺട്രോളിങ് പവർ കുറയും, നിയന്ത്രണ ശക്തി കുറയും. പശുപതിയിലേക്ക് ലയിക്കുന്ന ഒരു പശു അല്ലെങ്കിൽ ഒരു സാധകൻ പശുപതിയെ അറിയുമ്പം സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിൽ ആത്മബോധമാണ് ഉണരുന്നത്, അനുഗ്രഹമാണ് ഉണരുന്നത്, അനുഗ്രഹകലയാണ് ഉണരുന്നത്. ഉണരുമ്പം സ്വാഭാവികമായിട്ടും നിയന്ത്രണ ശക്തി വരും. അത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളെ ആയിക്കോട്ടെ, നമ്മുടെ ബാഹ്യമായ വിഷയങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്ക് ആ ഇച്ഛാശക്തിയോടുകൂടി, ജ്ഞാനശക്തിയോടുകൂടി, ക്രിയാശക്തിയോടുകൂടി ഒരു വിഷയം അവതരിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും കൺട്രോൾ വരും. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാതെ പാശത്താൽ ബന്ധിതനായി നമ്മൾ അങ്ങനെ ആ ഇഗ്നോറൻസ് വരുമ്പം, ഈശ്വരനെ മറന്നു പോകുമ്പം, നമ്മുടെ ആ ഒരു ഗുണം, ഈശ്വര ഗുണം, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ലക്ഷ്യം മറന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോൾ കുറയും. നമ്മളെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, നമ്മൾ അസ്വസ്ഥരായിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് എക്സ്പാൻസീവ്നെസ്, അതായത് വിശാലമായിട്ടുള്ള ഈ ഈശ്വര സങ്കല്പത്തെ, ഈശ്വരൻ സർവഭൂതാനാം ഹൃദയശി അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ഗീതാശ്ലോകം എടുത്താൽ, ഈ ഗീതാശ്ലോകം എടുക്കുമ്പോൾ ഇനി ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്, ഗീത വൈദികരുടെ ആണെന്നൊന്നും പറയരുത് കേട്ടോ. കാശ്മീർ ശൈവ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് തന്ത്രലോകം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥം എഴുതിയിട്ടുള്ള അഭിനവോക്തപാദൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട് ഗീതയ്ക്ക്, ഭഗവത്ഗീതയ്ക്ക്. അതുകൊണ്ട് തന്നെ ശൈവതാന്ത്രികരുടെ ഒരു മെയിൻ ഗ്രന്ഥങ്ങളായിട്ടാണ് ഭഗവത്ഗീത പറയുന്നത്. അത് ഗീതാർത്ഥ സംഗ്രഹം എന്നാണ് അഭിനവോക്തപാദരുടെ വ്യാഖ്യാനത്തിൻ്റെ പേര്. അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറെ ഗീതയുണ്ട് കേട്ടോ. അപ്പോൾ ഭഗവത്ഗീത എടുക്കുമ്പോൾ ഞാൻ ഭഗവത്ഗീത കോട്ട് ചെയ്യുമ്പോൾ ഇനി ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ശൈവദർശനത്തിൽ, ദ്രാവിഡ ദർശനമായിട്ടിരിക്കുന്നു പറയുന്ന ശൈവദർശനത്തിലേക്ക് ആര്യദർശനം കൊണ്ടുവന്ന് കുത്തിക്കയറ്റുന്ന ബ്രാഹ്മണവാദിയാണെന്ന് ഞാനെന്ന് പറഞ്ഞ് നീ കല്ലെറിയരുത്. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ഈശ്വരൻ സർവഭൂതാനാം ഹൃദയശി അർജുന തിഷ്ഠതി എന്ന് പറയുമ്പം ആ അർജുനതിഷ്ഠതി, അർജുനനോട് പറയുന്ന ഭഗവാൻ പറയുന്നത് സർവ്വതിലും ഭവിച്ചിരിക്കുന്നത്, ഏതൊന്നിൻ്റെ ഇച്ഛ കൊണ്ടാണോ ഇത് ഭവിച്ചിരിക്കുന്നത് അതാണ് നാഥൻ. അപ്പോൾ ആ നാഥനെക്കുറിച്ചുള്ള അറിവ് കുറയുമ്പോൾ, ആ സർവവ്യാപിത്വം തിരിച്ചറിയാതെ പോകുമ്പം ഞാൻ ഈശ്വരനാണ്, അല്ലെ ഈശ്വര ഭക്തനാണ് എന്നുള്ള തലത്തിൽ നിന്നും ഞാൻ ഈശ്വരാംശമാണെന്നുള്ള തലത്തിലേക്കോ, അല്ലെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ ഭക്തനാണെന്ന് തന്നെ വിചാരിച്ചോളൂ. എന്നാൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കാൻ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തിരോഭാവം കഴിഞ്ഞ് അനുഗ്രഹം താഴേക്കാണ് വരുന്നത്. ഈശ്വരൻ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതാണ് അനുഗ്രഹം. അപ്പം ആ അവസ്ഥയിലേക്ക്, ആ തലത്തിനെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ലാതെ കർമ്മബന്ധിത പാശത്താൽ കെട്ടി വലിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ആബ്സെൻസ് ഓഫ് എക്സ്പാൻസീവ്നെസ്. സർവ്വവിശാലനായിരിക്കുന്ന പാശുപത സ്വരൂപനായിരിക്കുന്ന മഹാദേവനെ മറന്നു പോകുന്ന ആ അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിനേക്കുള്ള ദൂരമോ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചോ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സും ബോഡിയും തമ്മിലുള്ള ഹാർമണീസ് അല്ലാത്ത അവസ്ഥ, ചേർച്ചയില്ലാത്ത അവസ്ഥ. അതായത് നമ്മുടെ ഉള്ളിലെ വൈറ്റൽ ഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും തമ്മിൽ ചേരാത്ത അവസ്ഥ. നമുക്കൊരു എനർജി ഡൗൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും, എനർജി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ശരീരം നല്ല ആരോഗ്യമായിട്ടിരുന്നാലും എനർജി ഡൗൺ ആവും. ചിലപ്പോൾ എനർജി ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം അസ്വസ്ഥമായിട്ടിരിക്കും. അപ്പം ശരീരവും വേണമെങ്കിൽ പറയാം, സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ടുള്ള ശരീരങ്ങൾ തമ്മിലൊരു ചേർച്ചയില്ലാതിരിക്കുക, നമ്മുടെ ഓറയും ശരീരവും, നമ്മുടെ ഗ്രോസ് ശരീരവുമായിട്ട് ഒരു ചേർച്ചയില്ലാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റൽ എനർജി അല്ലെ വൈറ്റൽ ഫോഴ്സും അതേപോലെ തന്നെ നമ്മുടെ ശരീരവും തമ്മിലൊരു ചേർച്ചയില്ലാതെ ഇരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഫിയർ, ഭയം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഭയം എപ്പോഴും എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അറിവില്ലായ്മയിൽ നിന്നുമല്ല. അപ്പോൾ എന്ത് സംഭവിക്കാം, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇനി എന്താവും എന്ന് ആലോചിച്ചു. വാസ്തവത്തിൽ കുപ്പിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് ഏതാവും എന്ന് ചിന്തിച്ചത്. അപ്പോൾ ആ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഡിസയർ പ്ലസ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഇഗ്നോറൻസ് ആയിരിക്കും, ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് അകറ്റും, മഹാദേവനിൽ നിന്നും അകറ്റും. സുപ്രസന്നോ മഹേശ എന്ന തന്ത്രസമുച്ചയത്തിലെ ഭഗവാന്റെ ധ്യാനം പറയുമ്പം, ഈ പഞ്ചമുഖ ഭഗവാന്റെ ധ്യാനം പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് സുപ്രസന്നോ മഹേശ എന്ന, പ്രസന്നമുഖനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ഭഗവാന്റെ ശരണം പ്രാപിച്ച് നമ്മൾ സാധകനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ നമ്മളെ കാത്തോളും എന്നുള്ള ഉറപ്പാണ് ഓരോ സാധകനെയും മുന്നോട്ട് നയിക്കുന്നത്.
ആ പശുപതി നമ്മളെ കാത്തോളും എന്നുള്ളതാണ് ഓരോ പശുവിൻ്റെയും വിശ്വാസം. വിശ്വാസം എന്നല്ല, ഉറപ്പുമാണ്, സത്യമാണ്. നമ്മളെ നിഷ്കളങ്കത ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കതിന് പൂർണ്ണമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ, പൂർണ്ണമായ ശരണാഗതി ഭഗവാൻ എടുത്തുണ്ടെങ്കിൽ ഭഗവാൻ സംരക്ഷിച്ചോളും. ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പം ഇവിടെ അറിവില്ലായ്മ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, ഡിസയറുകൾ, ഇഗ്നോറൻസ്. ഡിസയർ മോശമാണെന്നൊന്നുമില്ല, തന്ത്രത്തിൽ ഡിസയർ അങ്ങനെ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ധാർമ്മികമായിരിക്കണം, ലോയലായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഡിസയറുകൾ, ഡിസ്ട്രാക്ഷൻസ്, അതേപോലെ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള നമ്മുടെ ബോധം, ഇതെല്ലാം ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റും. അപ്പോൾ അവിടെ ഭയം ഉണ്ടാവും, നഷ്ടപ്പെടാനുള്ളത് തോന്നും, ഭയം ഉണ്ടാവും, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഫിയർ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് പശുവിൻ്റെ സ്വഭാവമായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലും ആഗ്രഹങ്ങൾ അവസാനിക്കാതെ വരുന്ന വാർദ്ധക്യം, അതും ഒരു പശുവിൻ്റെ അവസ്ഥയാണ്. എന്നിട്ട് ആഗ്രഹം തീരാതെ എൻ്റെ ജീവിതം, ഒരു കിട്ടിയ ലൈഫിനെ, ഇപ്പോൾ ഒരു 80 വയസ്സ് ജീവിക്കും, 80 വർഷം എനിക്ക് കിട്ടിയിട്ടും ഞാൻ ഇന്നതുപോലൊക്കെ ചെയ്തിട്ടും ഒന്നും നേടിയോ ഒന്നുമില്ലാതെ അവസാന നിമിഷം ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ അവസാനിക്കാതെ വീണ്ടും കർമ്മബന്ധിതനായി പുനർജന്മത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ടെൻഡൻസിയും പശുവിൻ്റെ സ്വഭാവമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ രോഗാവസ്ഥ, മുമ്പേ പറഞ്ഞ പോലെ വൈറ്റൽ ഫോഴ്സും എനർജിയും നമ്മുടെ ജീവിതചര്യകളും കൂടെ ചേരാതെ പോയിട്ട് ലാസ്റ്റ് നമ്മൾ സ്വയം, നമ്മുടെ ജീവിതം രോഗത്തിന്, നമ്മുടെ ശരീരം രോഗത്തിന് അടിയറവ് പറയേണ്ട ഒരവസ്ഥ. ശരീരം ഒരിക്കൽ പിണങ്ങിയാൽ പിന്നെ അത് ശരിയാവില്ല, ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ മറ്റുള്ളവരുടെ രോഗം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും, നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വാസ്തവത്തിൽ നമുക്കൊരു അസുഖം വരുമ്പോഴാണ് നമ്മൾ എത്ര നിസ്സഹായരാണെന്ന് മനസ്സിലാവുന്നത്. നമുക്കൊരു സർജറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു നല്ല പനി വന്ന് കിടന്നാൽ പോലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അനങ്ങാത്ത ഒരു ശരീരം, അല്ലെങ്കിൽ ആ ഒരു തല പൊങ്ങാത്ത ഒരു മേലും കൈയും ഒക്കെ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അത് വാർദ്ധക്യത്തിൽ വന്ന് ഈ അവസ്ഥയിൽ വന്ന് രോഗശയ്യയിലൊക്കെ ആയിട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പം, എന്തിനായിരുന്നു ഞാൻ ഈ ജീവിതം? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിച്ചു. എനിക്ക് ഓരോ പ്രായത്തിലും ഓരോന്നുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, അത് പലതും നേടി, പലതും നഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ ഒന്നുമില്ലാതെ ആയി ഇപ്പം. അപ്പം ഭഗവാനെ വിളിക്കാൻ തോന്നും. പക്ഷേ നമ്മൾ നേരത്തെ വിളിച്ചു പോയാൽ, നമ്മൾ വളരെ ചെറുപ്പത്തിലേ അതിന് മുന്നോട്ട് പോയാൽ എന്താവും? നമ്മുടെ ക്വാളിറ്റി കൂടും. ജ്ഞാന ക്രിയാശക്തിയിൽ, നമ്മുടെ ജ്ഞാനശക്തിക്കനുസരിച്ച്, നമ്മുടെ അറിവിനനുസരിച്ച്, നമ്മുടെ അനുഭവങ്ങൾക്കനുസരിച്ച് ഭഗവാനിലേക്ക് നേരത്തെ അടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂടും. ക്വാളിറ്റി കൂടുമ്പോൾ ചുമ്മാതെ ജീവിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരാളും ഇതുപോലെ സാധനങ്ങളിലൂടെ പോയി മുന്നോട്ടെത്തി ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ കണ്ട് അതിൻ്റെ അവസാനത്തേക്ക് എത്തുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പം എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലേ സാധന തുടങ്ങണമെന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിലേ തുടങ്ങിയാൽ, എന്തിനാണ് ലൈഫിൻ്റെ നല്ല സമയം ക്വാളിറ്റിയോടെ ജീവിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ കളയുന്നത്? അത് ഭഗവാനെ ആശ്രയിക്കുമ്പം കുറേ ബുദ്ധിമുട്ടുകൾ വരും, കുറേ നല്ല കാര്യങ്ങൾ വരും, കുറേ ജീവിതാനുഭവങ്ങൾ വരും. പാശത്തിനനുസരിച്ച് പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ്, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു നോളജുണ്ട്, ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പശുവിൻ്റെ പറഞ്ഞിട്ടുള്ള ആ ഫിയർ മാറും, ആബ്സെൻസ് ഓഫ് നോളജ് മാറും, പല കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പായി വരികയും ചെയ്യും.